വഖഫ് നിയമ ഭേദഗതിയാകാം, ചർച്ചയ്ക്ക് വേണ്ടേ വേണ്ട. ഇതല്ലേ സുരേന്ദ്ര ഇരട്ടത്താപ്പ്? ഓർഗനൈസറിൽ 2012 പ്രസിദ്ധീകരിച്ച പഴയ ഒരു ലേഖനം എടുത്തിട്ടാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും ചർച്ചയ്ക്ക് ഉടനെയൊന്നും നടപ്പിലാക്കുവാൻ ഉദ്ദേശമില്ലെന്നും കെ സുരേന്ദ്രൻ. ഇതിനെയാണ് സുരേന്ദ്ര ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സുരേന്ദ്രൻ എങ്ങനെയൊക്കെ മെഴുകുവാൻ ശ്രമിച്ചാലും അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും നിങ്ങളുടെ അജണ്ട എന്താണെന്ന് മനസ്സിലാകും. ആ അജണ്ട എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം മുസ്ലിം സമുദായത്തെ ഒതുക്കുക, ഒറ്റപ്പെടുത്തുക. അതിന് കളങ്കിതരായ ക്രൈസ്തവ സഭാ നേതാക്കളെ ഉപയോഗിക്കുക. ഒരു പുരാണ കഥാപാത്രത്തെ മുന്നിൽ നിർത്തിയ പോലെ ഈ നാണംകെട്ടവന്മാരെ മുന്നിൽ നിർത്തുക. അതിനാദ്യം നറുക്ക് വീണത് കളങ്കിതരായ കത്തോലിക്ക സഭയിലെ ഗതികെട്ട മെത്രാന്മാർക്കാണ്. ബെഗർ ഹാവ് നോ ചോയ്സ് എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ അവസ്ഥ. എങ്ങനെ നോക്കിയാലും ഇവന്മാരെ പൂട്ടാൻ പറ്റും. സാമ്പത്തിക തട്ടിപ്പുകൾ, ഹവാല ഇടപാടുകൾ, ഫോറിൻ കറൻസി വിനിമയ ചട്ടമനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ, മെത്രാന്മാരുടെയും പാതിരികളുടെയും വ്യഭിചാര കൊലപാതക കേസുകൾ, പെണ്ണുപിടി കേസുകൾ, അങ്ങനെ എന്തെല്ലാം വകുപ്പുകൾ. ഇവരുടെ മെനകെട്ട അരമനകളിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്ന കള്ളപ്പണവും വർഷങ്ങളായി ക്രിസ്ത്യാനിവൽക്കരണത്തിനെന്ന പേരിൽ കടത്തിക്കൊണ്ടുവരുന്ന കള്ളപ്പണവും ഉപയോഗിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി പിടിച്ചെടുക്കുമെന്ന ഭീതി ഉണ്ടായപ്പോൾ തന്നെ ഇവന്മാർ റോഹയ്ക്കുള്ളിൽ പെടുത്തു തുടങ്ങി. കാലിൽ വീണ് നഖം മുതൽ നക്കിത്തുടങ്ങി. കുരിശു കച്ചവടക്കാരെ ആദ്യം തീർക്കുന്നതിനേക്കാൾ നല്ലത് ഇവരെ വെച്ച് മുസ്ലിം സമുദായത്തെ അടിച്ച് അവസാനം ഇവറ്റകളെ ഒതുക്കുക എന്നതാണ് സംഘപരിവാർ അജണ്ട എന്ന് മനസ്സിലാക്കുക. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് മാത്രം എന്തിന് പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് സുരേന്ദ്രൻ പറയണം. അവർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഭൂമികൾ കൈവശം വെക്കാൻ സാധിക്കുമോ? വിദേശത്ത് നിന്ന് ഹവാല പണം കടത്താൻ സാധിക്കുമോ? അവർക്ക് സമാന്തര സമ്പദ് വ്യവസ്ഥ ഈ രാഷ്ട്രത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ? അവർക്ക് വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ പറ്റുമോ? അവർക്ക് സ്വസമുദായത്തിലുള്ള മടത്തലിമ്മമാരെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം എടുത്ത് കിണറ്റിൽ കൊന്നിടാമോ? ബാലികാബാല പീഡനങ്ങൾ നടത്താമോ? അവർക്ക് ന്യൂനപക്ഷ പദവി ഉപയോഗിച്ച് ഈ രാജ്യത്ത് എന്ത് കച്ചവടവും നടത്താമോ? അവർക്ക് ടാക്സ് നൽകാതെ നികുതി വെട്ടിപ്പ് നടത്തി രാജ്യത്തെ കബളിപ്പിക്കുവാൻ സാധിക്കുമോ? കെ സുരേന്ദ്രൻ മറുപടി പറയണം. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കുവാനുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കാം. ഈ പള്ളിത്തണ്ടന്മാരുടെ ചൂഷണവും തട്ടിപ്പും കൊണ്ട് ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ക്രൈസ്തവ സഭാ വിശ്വാസികൾ തന്നെയാണ് എന്ന് മറക്കരുത്. ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത വരുത്തുവാൻ ചർച്ചാക്ട് വരണം എന്ന് മുറവിളി കൂട്ടുന്നത്. കെ സുരേന്ദ്രനും സംഘപരിവാറും കുരിശു കൃഷിക്കാരോട് ഇപ്പോൾ മൃദുസമീപനം സ്വീകരിക്കുവാൻ കാരണം ആദ്യം ഇവന്മാരുടെ കയ്യിലുള്ള ലിക്വിഡ് മണി കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആദ്യം ആ ഫണ്ട് ഇവർ കൈക്കലാക്കും, എന്നിട്ട് ഒരു പ്രതീതി കൊടുക്കും, നിങ്ങൾ ഞങ്ങളുടെ ചിറകിനടിയിൽ സുരക്ഷിതരാണ് എന്ന്. ഇപ്പോൾ കാണിക്കുന്ന ക്രൈസ്തവ പ്രീണനം അതിനുള്ള ഉദാഹരണമാണ്. ഉദാഹരണത്തിന് ജോർജ് കുര്യന്റെ കാര്യം എടുക്കുക. കുര്യന്റെ സ്വന്തം റെസിഡൻസ് അസോസിയേഷനിൽ നിന്നാൽ പോലും ഒരു 10 വോട്ട് തികച്ചു കിട്ടുവാൻ സാധ്യതയില്ലാത്ത ജോർജ് കുര്യനെ പൂക്കണ്ടപ്പൻ മജിസ്ട്രേറ്റായി എന്ന് പറയുന്നത് പോലെ കേന്ദ്ര സഹമന്ത്രിയാക്കിയതും അതിനാണ്. ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഇതുപോലെ അങ്ങ് വളർത്തിക്കളയും എന്ന സന്ദേശം നൽകുവാൻ. ഇതൊക്കെ മനസ്സിലാക്കുവാൻ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയായ മുരളീധരനെ ഇവിടുത്തെ ജനങ്ങൾ എല്ലാ തവണയും അറിഞ്ഞ് തോൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്ന തവണയും അത് തന്നെ സംഭവിക്കും, യാതൊരു മാറ്റവുമില്ല. ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ക്രൈസ്തവർക്ക് BJPയോട് അയിത്തമൊന്നുമില്ല, അയിത്തം പാലിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ നിങ്ങൾ ഈ കളങ്കിതരായ പള്ളിത്തണ്ടന്മാരെ ചുമക്കുവാൻ നോക്കരുത്. ചുമന്നാൽ ഫണ്ട് കിട്ടുമായിരിക്കും, പക്ഷേ വിശ്വാസികളുടെ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും പഠിച്ചില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് നിങ്ങളോട് സഹതാപം തോന്നുന്നത്. ആദ്യം BJP നേതാക്കൾ ഈ നാറിയ പള്ളിത്തണ്ടന്മാരുടെ മെനകെട്ട അരമനകൾ നിരങ്ങുവാൻ പോകാതിരിക്കുക. ഇവന്മാർ നിങ്ങൾ ഞൊടിക്കുന്നിടത്ത് വന്ന് കുനിഞ്ഞു നിൽക്കും. കാരണം അത്രയ്ക്ക് കളങ്കിതരാണ് ഇവർ എന്ന് മനസ്സിലാക്കുക. അവർ വന്നേ പറ്റൂ. ഇവന്മാരുടെ കള്ളപ്പണത്തിന്റെ സകല സോഴ്സ് മടച്ചാൽ രാജ്യത്തെ സകല കുൽസിത പ്രവർത്തനങ്ങളും സ്വിച്ചിട്ട പോലെ നിൽക്കും. ഇപ്രകാരം ചെയ്താൽ വിശ്വാസികൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. ഒരു പള്ളിത്തണ്ടന്മാരുടെയും കഷത്തിലല്ല എന്ന് വിശ്വാസികൾ എന്ന വോട്ട് ബാങ്ക് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ആ കാലമൊക്കെ പോയി. നമുക്ക് ഇന്നാർക്ക് ഇത്തവണ വോട്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു പള്ളിത്തണ്ട പള്ളിയിൽ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞാൽ താഴെ നിന്ന് പോടാ മലരെ നിന്റെ കാര്യം പോയി നോക്ക് എന്ന പ്രതിവാക്യം ഉടനെ തന്നെ ഉയരും. സംശയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുകൊണ്ട് BJP സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ ചർച്ചാക്ട് ബിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ നിലവിലുള്ള ആ ഇരട്ടത്താപ്പ് ഇമേജ് മാറും. വിശ്വാസികൾ നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും. വിശ്വാസികളാണ് 99% എന്ന് മനസ്സിലാക്കുക. ചർച്ച ബിൽ വരുമെന്ന് പേടിച്ചാണ് ബിഷപ്പ് പാബ്ലാനി
ചവ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നേ എന്നൊക്കെ വിരട്ടുന്നത്. ഇവന്റെയൊക്കെ പുറകിൽ നിന്ന് ആമീനടിക്കുന്ന കുപ്പായ തൊഴിലാളികൾ പോലും ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ഇവന്മാരുടെ കൂടെ നിൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കൂടുതൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാവുന്നതാണ്. ഇനി കെ സുരേന്ദ്രൻ വെറുതെ കടന്ന് ഇന്ന് രാവിലെ മാധ്യമങ്ങളുടെ മുന്നിൽ മെഴുകിയത് കാണുക. വഖഫ് ബില്ലിന് പിന്നാലെ ചർച്ച ബില്ലും കൊണ്ടുവരുന്നു, ഓർഗനൈസറിൽ അത് സംബന്ധിച്ച് ലേഖനം വരുന്നു എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു ലേഖനവും ഇല്ല. 2012 ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ഇപ്പോൾ പുറത്തിട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദമാക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും പാർട്ടി നിലപാടിന് വിരുദ്ധമായി വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ തലവേദന വി.ഡി. സതീശനും കേരളത്തിലെ കോൺഗ്രസിനും വലിയ തോതിലുണ്ട്. അത് മറച്ചു പിടിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചെപ്പടി വിദ്യയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതൊരു കാരണവശാലും വിലപ്പോവില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അത്രമാത്രം മണ്ടന്മാരാണെന്നുള്ള ഒരു ധാരണയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുനമ്പത്തിൻ്റെ കാര്യത്തിലും ക്രൈസ്തവ സമൂഹം നേരിടുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളുടെ കാര്യത്തിലും ശരിയായ നിലപാട് സ്വീകരിച്ച് പോയിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞത് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാലും മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ്. പക്ഷേ ബില്ലിലെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വഖഫിൻ്റെ അധിനിവേശം, ആരുടെ സ്വത്തും എപ്പോൾ വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം സമ്പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മുനമ്പത്തുകാർക്ക് അത് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ക്രൈസ്തവ സഭകൾക്കെല്ലാം ഈ ശരിയായ നിലപാട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വേവലാതിയല്ല കോൺഗ്രസിനും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രചരണം. അതിവിടെ വിലപ്പോവില്ല. ഈ ജബൽപൂരില് വൈദികരെ ആക്രമിക്കുന്നു, കേരളത്തിൽ വന്നിട്ട് കേക്ക് കൊടുക്കുന്നു, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദില്ലിയിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് കല്ലെറിയുക, ക്രൈസ്തവ സമൂഹം ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു പുൽക്കൂട് തകർക്കുക, ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും പതിവുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്തും അത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെൻസിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും പാർട്ടിയും ആരുടെ കൂടെ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല. ജബൽപൂരിൽ വൈദികന്റെ മുഖത്തേറ്റ അടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്താണ്, തിരുമുഖത്താണ് അടിയേറ്റതെന്നാണ് ഇന്നലെ പാംപ്ലാനിൽ കാണുന്നത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ബോധ്യമാവും. ഇപ്പോൾ പാലക്കാട് വലിയ തോതിൽ വിവാദമായില്ലേ? സത്യം എന്താണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാണ് ഇതിന് നമ്മളിങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഇക്കാര്യത്തിൽ വേവലാതിയില്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും മോദി സർക്കാർ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിലും കൃത്യമായ ധാരണയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വർഗീയ ശിഥിലീകരണ പ്രവണതകളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല. മുനമ്പത്തിൻ്റെ കാര്യത്തിലും വഖഫിൻ്റെ കാര്യത്തിലും അതാണ് കണ്ടത്. കഴിഞ്ഞ 5 കൊല്ലം ഇതുപോലെ വെറുതെ ഗുണവും മണവും ഇല്ലാതെ കിടന്ന് മെഴുകിയത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലേക്ക് കെട്ടിയിറക്കേണ്ട ഗതി വന്നത്. ഞങ്ങൾ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെങ്കിലും മനസ്സിലായാൽ നല്ലത്. മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പാർട്ടിക്ക് അതിന്റെ ഗുണം കിട്ടും, ഉറപ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.